കളമെഴുത്തില് നാലാമത്തേത് ഏറ്റവും വിശേഷമാർന്ന ചടങ്ങാണ് കളമെഴുത്ത് എന്ന് പറയുന്നത്. പ്രകൃതിദത്തമാകുന്ന പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് അമ്മയുടെ കളത്തെ ചാലിക്കുക, എഴുതുക എന്നുള്ളതാണ്. ആദ്യ ആര്യദ്രാവിഡ കാലഘട്ടത്തിൽ ഈ വൃക്ഷങ്ങളുടെയും പഴങ്ങളുടെയും ഒക്കെ ചാറുകൾ പിഴിഞ്ഞാണ് അന്നത്തെ അമ്മയാരാധന തുടങ്ങിയെന്ന് കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പുരാണങ്ങളില് ആദ്യമായിട്ട് കൈലാസത്തിൽ നാരദ മഹർഷി കളമെഴുന്നത് ലോഹങ്ങൾ പൊടിച്ചിട്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ എഴുതുന്ന പഞ്ചവർണ്ണ പൊടികൾ ഓരോന്നെടുത്താലും 5 വർണ്ണങ്ങൾ പഞ്ചലോഹ വിധിപ്രകാരം തന്നെയാണ്. ആ മഞ്ഞൾ നിറം എന്ന് പറയുന്നത് സ്വർണ്ണപ്പൊടി എന്നാണ് മഞ്ഞൾ നിറത്തിന് പറയുന്നത്. മഞ്ഞൾ പൊടിച്ചിട്ടുള്ള ആ വർണ്ണം എന്ന് പറയുന്നത്. വെള്ളിപ്പൊടിയായിട്ട് അരിപ്പൊടിയെ കാണപ്പെടുന്നു. ഉമികരിച്ചിട്ടുള്ള കറുപ്പ് ഇരുമ്പായിട്ടും പച്ചയെ നാഗമായിട്ടും ചുവപ്പിനെ ചെമ്പ് നിറമായിട്ട് പഞ്ചലോഹ പ്രാധാന്യം കൂടിയാണ് ഈ പഞ്ചവർണ്ണങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതിദത്തമാകുന്ന ഈ 5 വർണ്ണങ്ങൾ അമ്മയുടെ നിറമാകുന്ന ആ കാളിയും മേഘസമപ്രഭ എങ്ങനെയാണോ ഒരു കാർമുകിലിന്റെ നിറം എങ്ങനെയാണോ ആ നിറത്തോടു കൂടിയാണ് അമ്മയെ സ്തുതിക്കപ്പെടുന്നത്. കാരുരുൾ എന്ന് പറയുന്ന പോലെ. അപ്പൊ ആ നിറം ഈ വർണ്ണത്തിൽ കൊടുത്തിരിക്കുന്നത് പച്ച നിറത്തിനായിട്ട്. പ്രകൃതിദത്തമാകുന്ന പൊടികളിൽ ആ നിറം ഉണ്ടാക്കുന്നതോ മഞ്ചാടിയില ഉണക്കിപ്പൊടിച്ചും ഇല്ലെങ്കിൽ മാകയില പൊടിച്ചുമാണ്. വളരെ വ്രതശുദ്ധിയോടെ നടത്തേണ്ട ഒരു ചടങ്ങാണ് ഈ പൊടികൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അത്രയും പവിത്രമാണ്, ഒരു മരുന്നിന് തുല്യം തന്നെയാണ്. ഇത് സേവിക്കുന്നതിലൂടെ രോഗങ്ങളും നേരത്തെ പറഞ്ഞുള്ള മഹാവ്യാധികളും രോഗങ്ങളും നമുക്കുള്ള അനിഷ്ടങ്ങളെല്ലാം മാറുവാൻ, ഭൂതപ്രേത പിശാച ഉപദ്രവങ്ങള്, മാറാ രോഗങ്ങള്, മഹാവ്യാധികള് ഇതെല്ലാം മാറുവാൻ ഈ കളപ്പൊടികൾ വളരെ പ്രത്യക്ഷമായ അനുഗ്രഹം നൽകും. അപ്പൊ അതില് പച്ച ഇതുപോലെ പ്രകൃതിദത്തമാകുന്ന ഇലകൾ പൊടിച്ചിട്ടുണ്ടാക്കുന്നു മഞ്ചാടിയും വാകയും. ഉമി കരിച്ചിട്ട് കറുപ്പ് നിറമായിട്ടുള്ള ഉമിക്കരിയും, അരി പൊടിച്ചിട്ട് വെള്ള നിറമാകുന്ന അരിപ്പൊടിയും, അതുപോലെ ചുണ്ണാമ്പും മഞ്ഞളും തിരുമുമ്പോൾ ചുവപ്പ് നിറം കിട്ടുന്നു. അതുപോലെ തന്നെ പച്ച പറഞ്ഞല്ലോ. അങ്ങനെ 5 വർണ്ണങ്ങൾ ചേർത്തിട്ടുള്ള പഞ്ചവർണ്ണങ്ങൾ കൊണ്ടാണ് അമ്മയുടെ കളമെഴുത്ത് നടത്തപ്പെടുന്നത്. ഓരോ ഭാഗത്ത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആ വർണ്ണങ്ങൾ ചേർത്ത് അമ്മയുടെ രൗദ്രമാകുന്ന കളത്തെ പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് പൂർത്തിയാക്കുകയാണ് കളമെഴുത്തിലൂടെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമാകുന്ന ചടങ്ങാണ്. പക്ഷേ അതിലാർക്കും ദർശന പ്രാധാന്യം ഉണ്ടാവില്ല. കാരണം അത് മറ കൊണ്ട് തന്നെ വരയ്ക്കണം എന്നാണ് വിധിച്ചിട്ടുള്ളത്.